ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമുക്കിന്ന് ഈ ഭയങ്കരമായ ചൂടല്ലേ, ചൂട് താങ്ങാൻ പറ്റാത്ത ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഇതുപോലെ ഇതുവരെ ചൂടുണ്ടായിട്ടില്ലെന്ന് വേണം പറയാം, അത്രയ്ക്കും ചൂടാണ്. അപ്പോൾ ഈ ചൂടിൻ്റെ സമയത്ത് നമുക്ക് നല്ല തണുത്ത ഒരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3-4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഒന്ന് അതിൻ്റെ മേലിലുള്ള തൊലിയില്ലേ, പാഹമെല്ലാം ഒന്ന് ചീവി, അപ്പോൾ ഒരു പീലർ കൊണ്ട് ഞാനിതെല്ലാം ഒന്ന് പീൽ ചെയ്ത് മാറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് ആ തോലെല്ലാം മാറ്റി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ആ തോലെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ജ്യൂസായത്, ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. നല്ല ടേസ്റ്റുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ ഇനി കഴുകിയതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ് നമുക്ക് മീഡിയം സൈസ് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ആ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി വെന്ത് പോകാത്ത രീതിയിൽ ഒന്ന് നമുക്കത് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് അളിഞ്ഞു പോകാൻ പാടില്ല. അതിൻ്റെ നിറം ഒന്നും നഷ്ടപ്പെട്ട് പോകാത്ത രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് വെട്ടി തിളക്കട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളമെങ്കിലും ഇവിടെ വരെയെങ്കിലും എത്താൻ പറ്റിയത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, വീഡിയോ ഒന്നും അങ്ങോട്ട് വലിയതായിട്ടൊന്നും പോകുന്നില്ല. കാര്യം എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളൊരു ജീവിത മാർഗമായിട്ട് തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ തുടർന്ന് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാനോ എന്തെങ്കിലും ജയം പ്രാപിക്കാനോ പറ്റുന്നുവെങ്കിൽ അത് എൻ്റെ കൂട്ടുകാരുടെ മാത്രം സപ്പോർട്ട് കൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ചാനലുകളും നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ എത്രത്തോളം, അപ്പോൾ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ ഞാൻ ഏകദേശം അരമണിക്കൂറോളം അത് മാറ്റി വെച്ച് ഇപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഫാനിൻ്റെ കീഴിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് പതുക്കെ ഒന്ന് അടിച്ച് അത് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് കട്ട പിടിപ്പിച്ച പാല അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ പഞ്ചസാരയും ഇട്ട് കൊടുത്ത്, ഞാൻ മധുരം ഇച്ചിരി കുറച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളൊരു കൂടുതലെടുക്കുക. അതൊന്ന് അടിച്ചതിന് ശേഷം വീണ്ടും അതിലേക്ക് 2 വലിയ സ്പൂൺ, വലിയ തവി, നമ്മൾ ഈ കുഴിത്തവി ഉണ്ട് അതിനകത്ത് 2 തവി ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ അതാണ്ട് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ്. ഇനി ഇതിൽ ഞാൻ കുറച്ച് ഐസ്ക്രീം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്നുകൂടെ തണുക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല തണുത്ത ജ്യൂസായിട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ബൈ.